ഓർമ്മകളിൽ അങ്ങനെ നമുക്ക് മുന്നിൽ അദ്ദേഹം എന്നും ഒരു നമ്മുടെ നെഞ്ചിൽ ഒരു രക്തതാരകമായി തന്നെ തിളങ്ങും. നന്ദി. ഇപ്പോൾ ഓച്ചിറയിൽ നിന്നും ഷാജി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ഷാജി, എങ്ങനെയാണ് VS-നെ ഓർക്കുന്നത്? സഖാവ് VS-നെ പോലുള്ള ഒരു മനുഷ്യ സ്നേഹി, ആ മനുഷ്യ സ്നേഹിയുടെ വിയോഗം കേരളത്തിലെ തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ ഒരു നഷ്ടം തന്നെയാണ്. ഞാൻ 2003 ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി കയറിയ ഒരാളാണ്. അന്ന് ഞങ്ങൾക്കൊന്നും DA അടക്കമുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. ബേസിക് പേ മാത്രം കൊണ്ട് ഞങ്ങളൊക്കെ ജോലി ചെയ്യായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആ ആനുകൂല്യങ്ങളെല്ലാം തിരിച്ചു കിട്ടാൻ ഒരു തൊഴിലാളി വർഗ സ്നേഹിയായ സഖാവ് VS-ന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് വരെ ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നു. അദ്ദേഹം സഖാവ് VS ഓച്ചിറയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോ ഞാൻ ഒരു നിവേദനമായി കൊണ്ടുവന്ന് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അന്ന് ഞങ്ങൾ 3050 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. സഖാവ് VS-ന്റെ ശ്രദ്ധയിൽ ഓച്ചിറയിൽ ഞാൻ ഈ വിഷയം പെടുത്തി. പക്ഷേ സഖാവ് VS-ന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് DA അടക്കമുള്ള ആനുകൂല്യങ്ങൾ തിരികെ തരികയും ഞങ്ങൾക്ക് കുടിശ്ശിയായിട്ടുള്ള മുഴുവൻ പൈസയും തന്ന് ഞങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ സഖാവ് VS വലിയ പങ്കുവഹിച്ചു. സഖാവ് VS ഞങ്ങളുടെ ആവേശമാണ്. ഇത്രയും മനുഷ്യ സ്നേഹിയായ ഒരു കമ്മ്യൂണിസ്റ്റ് ഞങ്ങളെ സംബന്ധിച്ചോളം തീരാ നഷ്ടമാണ്. സഖാവ് VS-ന്റെ കാണുവാൻ വേണ്ടി ഓച്ചിറയിൽ ഇപ്പോൾ 100 കണക്കിന് ആളുകൾ ഓച്ചിറയിൽ കാത്തു നിൽക്കുകയാണ്. ഞാൻ ഇത്രയും സമയം ഓച്ചിറയിൽ കാത്തു നിന്നു. ഇപ്പോൾ 10-20 ഓച്ചിറയിൽ വരുമെന്ന് അറിയിച്ചിരുന്നത്. പക്ഷെ എന്നാലും ഞങ്ങളുടെ ഒരു നിഗമനം അനുസരിച്ച് ഒരു 2 മണിയെങ്കിലും കഴിയും. ഞാൻ തിരിച്ച് ഓച്ചിറയിലേക്ക് വീണ്ടും പോവുകയാണ്. സഖാവ് VS-നെ എനിക്ക് നേരിട്ട് കാണണം. തീർച്ചയായും അദ്ദേഹത്തെ നേരിട്ട് ഒരിക്കൽ കൂടി കാണാൻ എനിക്ക് പോകണമെന്ന് ഷാജി ഓച്ചിറ പറയുന്നു. ഇപ്പോൾ ജോസ് നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ജോസ്, എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? VS-നെ എങ്ങനെയാണ് താങ്കൾ ഓർത്തെടുക്കുന്നത്? കോട്ടയത്ത് നിന്നാണ് സംസാരിക്കുന്നത്. പറയൂ ജോസ്, കേൾക്കാം. ആദ്യമായി VS-ന്റെ വേർപാടിൽ അനുശോചനം അറിയിക്കുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും ഒരു നൂറ്റാണ്ട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച മറ്റൊരു ആൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുതിയ തലമുറയെയും പഴയ തലമുറയെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള സാമർത്ഥ്യം ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരിയാണ് VS. അഴിമതിക്ക് കൂട്ടുനിൽക്കുകയോ അഴിമതി ചെയ്യാത്തതുമായ
ജനങ്ങൾക്കും പാർട്ടിക്കും വേണ്ടി ധീരമായി പ്രവർത്തിച്ച സഖാവിന്റെ പാഠ്യഭാഗങ്ങൾ വരും തലമുറയ്ക്ക് പഠിക്കുന്നതിന് വേണ്ടി പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളി ലളിതമായ ജീവിതവും ഉൾക്കൊള്ളണം. സംക്ഷിപ്തമായ ജീവിതവുമാണ് 102 വയസ്സ് വരെ ആയുസ് ദൈവം നൽകിയത്. അസ്തമിക്കാത്ത തീർച്ചയായും അസ്തമിക്കാത്ത സൂര്യനാണ് VS എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. VS എന്ന സമര നൂറ്റാണ്ടിന് വിട നൽകിയിരിക്കുന്നു. നമ്മളെ നിരന്തരം കുറേയധികം സമയമായി VS അച്യുതാനന്ദൻ അച്ചുമാമന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുണ്ട്. ആത്മേയ വയനാട് നിന്നും നമ്മളോടൊപ്പം ചേരുന്നു. ആത്മേയ, എങ്ങനെയാണ് അച്ചുമാമനെ ഓർത്തെടുക്കാൻ കഴിയുക? എന്താണ് ഈ ഒരു അവസരത്തിൽ 4ാം ക്ലാസ്സിലാണ് ആത്മീയ പഠിക്കുന്നത്. എങ്ങനെയാണ് അച്ചുമാമനെ കുറിച്ച് അറിയുന്നത്? ഞാൻ കരുവാറ്റയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ആത്മീയ ശരത്ത്. 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആത്മേയ, എങ്ങനെയാണ് അച്ചുമാമനെ കുറിച്ച് അറിയുന്നത്? ഇന്നലെ സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു, വൈകിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നാളെ പഠിത്തമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ TV വെച്ച് നോക്കിയപ്പോഴാണ് കാണുന്നത്. അങ്ങനെ അന്നേരം തൊട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടപ്പോൾ സങ്കടം തോന്നി. PS മുത്തശ്ശന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. PS അച്യുതാനന്ദൻ അച്ചുമാമന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആത്മീയയാണ്. അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടങ്ങളെ കുറിച്ചെല്ലാം വീട്ടിൽ നിന്ന് ആത്മീയ ചോദിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു, എന്താണ് VS എന്നുള്ളത് അടക്കം ആത്മീയ ചോദിച്ചിരുന്നോ വീട്ടിൽ? പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞു തന്നത്? നല്ല മനുഷ്യരാണ്, പാവപ്പെട്ടവർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യും. ആത്മേയ എന്നും VS എന്ന ആ സമര നായകനെ ഓർത്തു വെക്കും അല്ലേ മനസ്സിൽ? ആത്മേയാണ് നമ്മളോട് പങ്കുവച്ചത്. 4ാം ക്ലാസ്സുകാരിയാണ് VS അച്യുതാനന്ദൻ. ആരായിരുന്നു, എന്തായിരുന്നു? ഒരു പാവങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സമര ജീവിതം ഒഴിഞ്ഞു വെച്ച ആളായിരുന്നു, സമര നായകനാണ് എന്നതെല്ലാം തന്നെ ആ 4ാം ക്ലാസ്സുകാരി പോലും മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. അത്തരത്തിൽ ഈ ലോകത്തെമ്പാടുമുള്ള ആളുകൾ, അല്ലെങ്കിൽ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള നിരവധി ആളുകൾ, കുട്ടികൾ, ഇവരെല്ലാം തന്നെ VS എന്ന ആ 2 അക്ഷരത്തിലേക്ക് ഈ കഴിഞ്ഞ ചുരുങ്ങിയ ദിവസം കൊണ്ട് അവർ ഈ ഒരു 2-3 ദിവസത്തിനുള്ളിലാണ് VS എന്ന ആ അതുല്യ സമര നായകനെ കുറിച്ച് അറിയുന്നത്. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ VS എന്ന 2 അക്ഷരം അവരുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു. കേരളക്കര ഒന്നാകെ കണ്ണേ കരളെ VS എന്ന ഉറക്കെ പറയുമ്പോൾ അത് കുഞ്ഞു കുട്ടികളുടെ മനസ്സിലും പതിഞ്ഞിരിക്കുന്നു. അവരുടെ ഇടനെഞ്ചിലും അതൊരു റോസാപ്പൂവായി ഇന്നും ജ്വലിക്കുന്ന ഒരു തേജസ്സായി അങ്ങനെ കത്തി നിൽക്കുകയാണ്.